നമസ്കാരം. തിരുവനന്തപുരത്ത് ആര്യങ്കോട് എന്ന സ്ഥലത്ത് ഒരു ടെക്സ്റ്റൈൽ ഉടമയെ ഒരാൾ തോർത്ത് വാങ്ങിക്കാൻ വന്ന ആൾ വെട്ടി പരിക്കേൽപ്പിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിന് വാക്ക് തർക്കമാണ് സംഭവം. തോർത്ത് കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. തോർത്ത് കൊടുക്കാണ്ട് വിടുന്നു. വൈകിട്ട് രാത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ രണ്ടുപേരുമായിട്ട് വന്നിട്ട് വാളൊക്കെ വെച്ച് വെട്ടുന്നു. അതേപോലെ തന്നെ കമ്പി വടി കൊണ്ട് ആക്രമിക്കുന്നു. അവിടുത്തെ കടയിലെ ചില്ലെല്ലാം അടിച്ച് തകർക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം അദ്ദേഹം ചെയ്ത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് മുന്നും പിന്നും ആലോചിക്കേണ്ടുന്ന കാര്യമല്ല അല്ലേ. അതായത് ഒരു കട കയറി ആക്രമിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ വെട്ടി പരിക്കേൽപ്പിക്കുക, ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം കൊണ്ടും, ഇപ്പോൾ ഇതിപ്പോൾ എന്തോ ആരുടെ ഭാഗത്തെ തെറ്റൊന്നും നമുക്കറിയില്ല. ഇദ്ദേഹം ചെയ്ത് തെറ്റ് തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. പക്ഷേ പൊതുവെയുള്ള നമ്മളുടെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കടക്കാരുടെ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വരുന്നവരുടെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് കാണാറുണ്ട്. ചില ആളുകളുടെയൊക്കെ കടക്കാരുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ ഓസിന് സാധനം മേടിക്കാൻ വരുന്ന കണക്കാണ് നമ്മളുടെ അടുത്തുള്ള പെരുമാറ്റം. ഓക്കെ, ഇവന്മാരുടെ വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അടി വെച്ച് കൊടുക്കാൻ നമുക്ക് തോന്നും. നമ്മൾ പിന്നെ ചെയ്യാത്തത് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കാര്യം പോക്കാണ്. ചിലവന്മാരുടെയൊക്കെ വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോർത്ത് മേടിക്കാൻ വന്ന ആളുടെ മട്ടും ഭാവം ശരിയല്ലാത്തത് കൊണ്ട് തോർത്ത് കൊടുക്കാതെ വിട്ടു എന്നുള്ളതാണ്. തോർത്ത് മേടിക്കാൻ വരുന്നവരുടെ പിന്നെ ഇനി അവരുടെ ബാക്കി സൗന്ദര്യമെല്ലാം നോക്കിയിട്ടാണ് ആ തോർത്ത് കൊടുക്കുന്നത്. തോർത്ത് മേടിക്കാൻ വന്നാൽ തോർത്ത് കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പം ശരിക്കും നടന്ന സംഭവം എനിക്കറിയില്ല. പക്ഷെ പൊതുവെ കണ്ടുവരുന്നൊരു സംഭവമാണ്. ചെറിയ കടയിൽ കിട്ടിയതിന് ശേഷം അതിൻ്റെ മുതലാളി ജവഞ്ഞിട്ട് ഒരാളിരിക്കും. ഓക്കെ, ചിലപ്പം ശരിക്കും മുതലാളി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മുതലാളി ഏൽപ്പിച്ച ഒരാളായിരിക്കും. അപ്പോൾ ഇയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അയാൾ മാത്രമേ അവിടെ കട ഉള്ളൂ എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും ഇരിക്കുന്നത്. അയാളുടെ മാത്രമേ സാധനം ഉള്ളൂ. നമ്മൾ വന്നിട്ട് എന്തെങ്കിലും സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചിട്ട് പോകുന്നുള്ളൊരു മട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള ഈ ജിയോ മാർട്ട് അതണക്കുള്ള ചെറിയ വേറെ ഈ ഓൺലൈൻ ഡെലിവറീസ് ഒക്കെ കൂടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. യവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. എന്നിട്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് കടന്ന് മോങ്ങുകയും ചെയ്യും. അയ്യോ താണ്ട എല്ലാം ഓൺലൈൻകാർ കൊണ്ടുപോകുന്നേ, നമുക്ക് കച്ചവടം ഇല്ലേന്ന്. കയ്യിരിപ്പ് ഇത് തന്നെയല്ലേ. എനിക്ക് ഈയിടെ ഉണ്ടായ അനുഭവം പറഞ്ഞുതരാം. ഒരിടത്ത് മാവ് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയപ്പം എക്സ്പയറി ആയതുകൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു, അതെടുത്തു. എന്നിട്ട് വേറെ കട ചെന്ന സമയത്ത് ഞാൻ ഈ എക്സ്പയറി മറ്റേ മാവ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കും. അപ്പോൾ ചേട്ടാ എക്സ്പയറി ഒക്കെ ഡേറ്റ് ഒക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചു, അന്ന് ഇയാൾ അങ്ങനെ ചോദിച്ചത് അല്ല, എക്സ്പയറി ഡേറ്റ് നോക്കാമല്ലോ. അപ്പോൾ ഇയാൾ നോക്കണം, എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം. അപ്പോൾ ആ രീതിയിലുള്ള സംസാരം. ഞാൻ അയാളെ അപ്പം തന്നെ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വന്നു. അയാളെന്താ മുറുമുറുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് എല്ലാവർക്കും ഇത് പിടിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ചേട്ടാ എക്സ്പയറി ഡേറ്റ് നോക്കുന്നത് ഒരു കൺസ്യൂമറിൻ്റെ അവകാശമാണ് അല്ലേ. ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് നോക്കണം വേണ്ടത്. അപ്പോൾ ഇതിനെ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം ചിലവരുടെയൊക്കെ സ്വഭാവം വളരെ മോശമായിരിക്കും. ഇപ്പം ഞാനിപ്പം പ്രതികരിച്ച കണക്കായിരിക്കില്ല വേറൊരാൾ പ്രതികരിക്കുന്നത്. അപ്പോൾ അയാളത് എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ തിരിച്ച് ചോദിക്കും. അപ്പോൾ മറ്റേ ആൾ തിരിച്ച് ചോദിക്കും. അങ്ങനെ ചിലപ്പോൾ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കുമ്പോഴേക്കാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. തന്തയ്ക്ക് വിളിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഈഗോ വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പം ചിലവരപ്പം തന്നെ പ്രതികരിക്കും, ചീത്ത വിളിക്കും, അടിക്കും. ചിലവരെന്ത് ചെയ്യും, ബാക്കപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവർ വേറെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരും. ഓക്കെ, അത്യാവശ്യം സെറ്റപ്പ് ഉള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അതുമായിട്ട് വന്നിട്ട് വാളി സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആയിട്ട് വന്നതിന് ശേഷം അടിയുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ എന്താ കറക്റ്റ് നടന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ബാക്കപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ബാക്കി കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അടിയായി ബഹളമായി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. കൺസ്യൂമേഴ്സ് നല്ലവരൊന്നുമല്ല, എല്ലാവരും നല്ലവരൊന്നുമല്ല. വന്നതിന് ശേഷം എനിക്ക് അപ്പം സാധനം കിട്ടണം എന്നുള്ള രീതിയിൽ കൂടെ നിൽക്കുന്നവന്മാരുണ്ട്. ചില സാധനങ്ങളൊക്കെ വില വേഷുന്ന ആളുകളുണ്ട്. ഓക്കെ, വില വേഷെന്ന് പറയുമ്പോൾ അതെല്ലാവരും മലയാളികളല്ല, ഞാൻ ഉൾപ്പെടെ നല്ല രീതിയിൽ വില വേഷുന്ന ആളാണ്. പക്ഷെ അതല്ല, ചിലമാർ വന്നതിന് ശേഷം അങ്ങ് സാധനത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് കാണിക്കുക, കടയെ കുറ്റം പറയുക, അങ്ങനെയുള്ള കുറേമാരുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ വരുമ്പോൾ അത് ചൊറിയുന്ന സ്വഭാവമാണ്. അതാർക്കും ഇഷ്ടപ്പെടില്ല. കൺസ്യൂമറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മളുടെ സംസാരം, ഇതൊക്കെയാണ് പലയിടത്തും ഈ അടി ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അതാണ് പെട്രോൾ പമ്പിലൊക്കെ പറയണ്ടല്ലോ. ഓക്കെ, ചിലന്മാരുടെയൊക്കെ ഓരോ സംസാരമൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവും, പലയിടത്തായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. എനിക്കും അങ്ങനെ പേഴ്സണലായിട്ട് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതുപോലെ സംസാരം ശരിയാക്കണം.
ഇപ്പം നമ്മുടെ തന്നെ കൊല്ലത്ത് ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നു. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അടുത്ത കാലത്ത് വന്നതാണ്. അപ്പം ഇവരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ആദ്യമായിട്ട് കാർ പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചതാണ്, ഇവിടെ സെക്യൂരിറ്റീസൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ആലോചിക്കാണ്ട് വീണ്ടും അവിടെ തന്നെ പോകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണ്. ഓക്കെ, എന്നൊരു സാധനം മേടിക്കാനായിട്ട് പോകുന്നത് അവിടെ തന്നെയാണ്. ഫാമിലി ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവിടെയാണ് പോകുന്നത്. ഞാൻ വേറെ ആളെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അത് അവരുടെ വിജയം തന്നെയാണ്. കാരണം അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എങ്ങനെയാണ്, സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവിടെ സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിലും വീണ്ടും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അവിടെ കയറും. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ എന്താ പറയുക, ഈ ഓൺലൈൻ ഇപ്പം ജിയോ മാർട്ട് കണക്കുള്ള ഓരോ കണക്കിന് സ്വിഗ്ഗിയുടെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് കടകൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കണം. ഓക്കെ, അല്ലാണ്ട് ദാസ്യം കാണിച്ച് നീ വേണമെങ്കിൽ സാമാനം മേടിച്ചിട്ട് പോയാൽ മതി എന്നുള്ള മട്ടാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് പിന്നെ അത് വരത്തില്ല. അവർക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും. ഓക്കെ, ഓൺലൈനൊക്കെ നമ്മൾ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് സാധനം നോക്കി എടുക്കാൻ പറ്റും, റിവ്യൂസ് നോക്കാൻ പറ്റും. അതാണൊക്കെ തന്നെ നമ്മൾ പോയി ട്രാവലിങ്ങിൻ്റെ അത് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറേ കാര്യം. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കഴിവതും സംസാരം സൂക്ഷിക്കുക. അതിന് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും മുതലാളിയാണെന്നുണ്ടെങ്കിലും തൊഴിലാളിയാണ്, അതായത് നിങ്ങൾ സെയിൽസ്മാനോ സെയിൽസ് ഗേളോ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? കുറച്ച് പ്രീമിയം ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഫീലും തോന്നും. ഇപ്പം സ്വർണ്ണക്കടകളിൽ ചെല്ലുന്ന സമയത്ത്, ജുവലേഴ്സിൽ ചെല്ലുന്ന സമയത്ത്, അത് കണക്ക് തന്നെ അത്യാവശ്യം നല്ല തുണിക്കടയിൽ ചെല്ലുന്ന സമയത്ത് അപ്പം നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഹോസ്റ്റിംഗ് ഉണ്ട്, അത് നല്ല ഇതായിരിക്കും. അപ്പോൾ ഇത് കണക്ക് എന്തുകൊണ്ട് ബാക്കിയുള്ള ഷോപ്പുകളിലും ആയിക്കൂടാ? ബാക്കിയുള്ള ഷോപ്പുകളെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമതിരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ തുച്ഛമായിട്ടുള്ള ശമ്പളമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കൂടെ അവരെന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിന് എടുത്തത്. അങ്ങനെ കുറേ സംഭവങ്ങളും കൂടിയുണ്ട്. ചില കേസുകളിലൊക്കെ അവർ വെക്കുന്നതേ ഗുണ്ടകളായിരിക്കും. ഓക്കെ, ആ രീതിയിലുള്ള ആളിലായിരിക്കും അവർ നിർത്തുന്നത് ഷോപ്പുകളിൽ. അപ്പോൾ ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് ബാക്ക് ഫയർ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം എല്ലായിടത്തും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കുക. ഓക്കെ.